വയനാട്ടിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. ഒന്ന് രണ്ട് തവണ ചില മാധ്യമങ്ങളെ തെറ്റായ ഒരു വാർത്തകൾ പ്രചരിച്ചുകൊണ്ട് കൂടിയിട്ടാണ്. വയനാട്ടിൽ ഞങ്ങൾ അന്ന് വീട് പ്രഖ്യാപിക്കുന്ന സമയത്ത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ അവിടെ പാർട്ടി നേതൃത്വമായി കൂടിയാലോചിച്ചിട്ടാണ് ഞങ്ങൾ വീട് പ്രഖ്യാപിക്കുന്നത്. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ എടുത്തൊരു സമീപനം എന്ന് പറയുന്നത്, ഞാനത് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പറഞ്ഞപ്പോൾ അത് വേറെ രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടു വന്നത്. ഞങ്ങൾ ആ ഘട്ടത്തിലെടുത്ത സമീപനം അവിടെ ഒരു സമാനതകളില്ലാത്തൊരു ദുരന്തത്തിന് ആ നാട്ടിലെ ജനങ്ങൾ സാക്ഷിയാകുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങളെല്ലാവരും ആ സ്ഥലത്ത് പോയ ആളുകളാണ്. മൃതദേഹങ്ങൾ ഏറ്റവും ആദ്യം ഏറ്റെടുത്ത പല ചെറുപ്പക്കാരുമായി സംസാരിച്ച ആളാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി രോഹിത് ബോധിയാണ് വയനാട്ടിലെ ഏറ്റവും ആദ്യം ആ ദുരന്ത സ്ഥലത്തേക്ക് എത്തുന്നതും ആദ്യം മൃതദേഹം എടുക്കുക നടക്കം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തനവും ഉണ്ടായിരുന്നു. വളരെ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഘട്ടത്തിൽ ഞങ്ങളെടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത്, സർക്കാർ വീട് കൊടുക്കണം അല്ലെങ്കിൽ സർക്കാർ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തി നിൽക്കുക എന്നുള്ളതിനപ്പുറം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സഹായം സർക്കാരിന്റെ കൂടി ഭാഗമായി ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ആ ഘട്ടത്തിൽ തീരുമാനിച്ചത്. അപ്പൊ ഭവനം കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന ആളുകളെ ആ ഘട്ടത്തിൽ സർക്കാർ സ്വാഗതം ചെയ്തു. അന്ന് പറഞ്ഞ് 8 ലക്ഷം രൂപ വില മതിക്കുന്ന വീടുകളാണ് വെക്കേണ്ടത് എന്നുള്ളതാണ് ഒരു ജനറലായ ഒരു ധാരണ അന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നത്. അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ആയിട്ടൊക്കെ സംസാരിക്കുകയുണ്ടായിരുന്നു. അപ്പൊ ആ ഘട്ടത്തിൽ 8 ലക്ഷം രൂപ വിലമതിക്കാവുന്ന വീടുകൾ ഞങ്ങൾക്ക് എത്ര വീടുകൾ വെച്ച് നൽകാൻ പറ്റുമെന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ 30 വീടുകൾ അനൗൺസ് ചെയ്തത്. ആ 30 വീടുകൾ അനൗൺസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു ചെറിയ ഒരു ധനസമാഹരണം നടത്തിയത് പോലും ആളുകളിൽ നിന്ന് പണം പിരിച്ചിട്ടല്ല. ഞങ്ങൾ വിവിധ ചലഞ്ചുകൾ നടത്തി അതിന്റെ ലാഭവിഹിതമാണ് ഉപയോഗിച്ചത്. അപ്പൊ ഞങ്ങളുടെ ഒരു ടാർഗറ്റ് ഒരു 2.5 കോടി രൂപയെങ്കിലും ഇത്തരത്തിൽ കണ്ടെത്തണമെന്നുള്ളതാണ്. പക്ഷെ അത്രത്തോളം ലാഭകരമായ രീതിയിലല്ല ആ കാര്യം നടന്നത്. ബിരിയാണി ചലഞ്ചമായും അല്ലെങ്കിൽ ചെറിയ ചെറിയ വ്യത്യസ്തമായ ചലഞ്ചൊക്കെ ആയിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റിയുടെ പണം കണ്ടെത്തിയത്. വേറൊരു കളക്ഷൻ അതിന്റെ ഭാഗമായിട്ട് ആരും നടത്തിയിട്ടില്ല. 1,05,00,000 രൂപ അന്ന് ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളിൽ വിവാദം വരുന്ന സമയത്ത് അന്നത് 88 ലക്ഷം രൂപയാണ്. അതിനുശേഷം ഞങ്ങളുടെ ജില്ലാ പര്യടനങ്ങൾ ഒരു റൗണ്ട് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് 1,05,00,000 രൂപയായിട്ട് മാറി. ഇപ്പോൾ 1,05,00,000 രൂപ ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഭവന നിർമ്മാണം തുടങ്ങുന്നതിൽ വന്ന കാലതാമസം എന്ന് പറയുന്നത്, പ്രഖ്യാപിക്കുന്ന സമയത്ത് സർക്കാർ ഭൂമി അനുവദിക്കുമെന്നുള്ള ഒരു വാക്കാലുള്ള സംസാരങ്ങളും ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത് സർക്കാർ പിന്മാറി ഭൂമി അനുവദിക്കില്ല, പണം സർക്കാരിന് കൈമാറിയാൽ സർക്കാർ ഏജൻസി കൊണ്ട് വീട് വെപ്പിക്കുമെന്നുള്ള തീരുമാനമെടുത്തു. സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ഒരു പൊതുവായ തീരുമാനം ഞങ്ങൾ പ്രഖ്യാപിച്ച വീട് ഞങ്ങൾ തന്നെ വെച്ചുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭൂമി അനുവദിക്കാത്ത ഘട്ടത്തിൽ ഭൂമി സ്വന്തമായി ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. പാർട്ടി പ്രഖ്യാപിച്ച സ്ഥലത്ത് തന്നെ വീട് വെക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചു. രാഹുൽ ഗാന്ധിയുടെ 100 വീടുകളുടെ പദ്ധതിയുടെ ഭാഗമായി ഈ 30 വീടുകൾ കൂടി ഉൾപ്പെടുത്തി പാർട്ടി ഏറ്റെടുക്കുന്ന സ്ഥലത്ത് ഈ വീട് വെക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ പാർട്ടിയുടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി. പ്രത്യേകത, എല്ലാ ഭൂമിയിലും വീട് വെക്കാൻ സാധിക്കില്ല. വിവിധ സോണുകളുള്ള സ്ഥലമാണ്. അപ്പൊ എല്ലാ ഭൂമിയിലും വീട് വെക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഭൂമി നൽകാൻ ഇപ്പോഴും തയ്യാറായ ഒട്ടനവധി ആളുകളുണ്ട്. പക്ഷെ അതിന്റെ പേപ്പർ വർക്കുകൾ മറ്റു കാര്യങ്ങളായിട്ട് പരിശോധിച്ച് വരുമ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ സാധിക്കില്ല, അനുവാദം കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തുടങ്ങാൻ വൈകിയത്. ഇപ്പൊ പാർട്ടിയുടെ ഭൂമിക്കും അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ കിട്ടിയ സ്ഥലത്തിനൊക്കെ ഈ പ്രയാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഭൂമിക്ക് 5 ഏക്കർ ഭൂമിക്ക് അഡ്വാൻസ് കൊടുത്തു. അതിന്റെ പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. 5 ഏക്കർ വീതമുള്ള 2 സെറ്റ് ഭൂമിയായിട്ട് പാർട്ടി ഏറ്റെടുക്കുന്നുണ്ട്. ആ ഭൂമിയിൽ യൂത്ത് കോൺഗ്രസിന്റെ വീട് വെക്കാനായിട്ട് സ്ഥലം അനുവദിക്കും, ഞങ്ങൾ പണം കൈമാറി അവിടെ തന്നെ വീട് വെക്കുകയും ചെയ്യുന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. വീട് നിർമ്മാണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. വീട് നിർമ്മാണം ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു കമ്മിറ്റ്മെന്റാണ്. ഞങ്ങളുടെ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായ ഒരു കമ്മിറ്റ്മെന്റാണ്. ഞങ്ങളാൽ കഴിയുന്നത് വയനാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാനെടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ്. അത് ഞങ്ങൾ പൂർത്തീകരിക്കും എന്ന് പറഞ്ഞത് ഒരു തരത്തിലും യാതൊരുവിധ മറ്റ് ചിന്തകളുടെ ഭാഗമായിട്ടല്ല. അത് പൂർത്തീകരിക്കേണ്ട ഞങ്ങളെല്ലാവരും ഉത്തരവാദിത്തമാണ്, യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. അത് ഞങ്ങൾക്ക് ഞങ്ങൾ നിശ്ചയിച്ച സമയത്തിനപ്പുറത്തേക്ക് കടന്നുപോയതിന്റെ കാരണം ഈ പറയുന്ന സാങ്കേതികമായ പ്രശ്നങ്ങളാണ്. ഇതിപ്പോ തൃശൂർ ജില്ലയിലെ പോലെ ഭൂമിക്ക് സൗകര്യങ്ങൾ കിട്ടുന്ന സ്ഥലമല്ല വയനാട് എന്നുള്ളതുകൊണ്ടാണ് ഈ സാങ്കേതിക പ്രശ്നം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാങ്കേതിക തടസ്സങ്ങൾ മാറിയാൽ ഏറ്റവും അടുത്ത ദിവസങ്ങൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭവന നിർമ്മാണം ആരംഭിക്കും എന്ന് പറഞ്ഞു. അന്നത്തെ ആക്ഷേപങ്ങളൊന്നും സത്യത്തിൽ യാതൊരു വസ്തുതകളുമില്ലാത്ത ആക്ഷേപമാണ്. കാരണം ഈ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൌണ്ടിൽ നിന്ന് ഈ വയനാട് കളക്ഷൻ ആരംഭിച്ചതിന് ശേഷം ഒരു സിംഗിൾ രൂപ പോലും പിൻവലിച്ചിട്ടില്ല, 1 രൂപ പോലും വിഡ്രോ ചെയ്തിട്ടില്ല. ആ അക്കൌണ്ടിലേക്കാണ് ഞങ്ങളുടെ കമ്മിറ്റികൾ പണം നൽകുന്നത്. ആ നൽകിയ പണം മുഴുവൻ ഞങ്ങളുടെ കൈവശം ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ ആ അക്കൌണ്ടിൽ നിന്ന് പണം പിൻവലിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതും ആ അക്കൌണ്ടിലേക്ക് ഇടയ്ക്ക് സംഘടനാപരമായിട്ട് വന്ന 5 ലക്ഷം പോലും ആ അക്കൌണ്ടിലാണ്. പക്ഷെ അതുപോലെ ഞങ്ങൾ വയനാട് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുള്ളത്. 1 രൂപ പോലും അതിൽ മിസ്മാനേജ് ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് സംഭവിച്ച ആകെ ഒരു കാര്യം വേണമെങ്കിൽ പറയാവുന്നത്, ഞങ്ങളുടെ ചില കീഴ്ഘടകങ്ങൾക്ക് വേണ്ട രീതിയിൽ അതിൽ മുന്നോട്ട് വരാൻ സാധിച്ചില്ല. അപ്പൊ ആ മുന്നോട്ട് വരാൻ സാധിക്കാത്ത പോയ ചില ഘടകങ്ങൾക്ക് നടപടി എടുക്കേണ്ടതായി വന്നു. അത് എല്ലാ കാലത്തേക്കുള്ള നടപടിയല്ല. അവരുടെ പോരായ്മ അവർ തിരുത്തിയാൽ ആ നടപടി പിൻവലിക്കുന്നുള്ള ഘട്ടമാണ്. അങ്ങനെ വന്നപ്പോഴാണ് വീണ്ടും ജില്ലാ പര്യടനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ പണം കുറച്ചുകൂടി വന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിലെ പണമായി ഞങ്ങൾ 1,05,00,000 രൂപ കളക്ട് ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ ഞങ്ങൾ ബാക്കി പണം കൂടി കളക്ട് ചെയ്ത് ഈ പദ്ധതി പൂർത്തീകരിക്കും. അത് പാർട്ടി കൂടി കൈമാറി അത് പാർട്ടിയുടെ സ്ഥലത്ത് തന്നെ അത് പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്.
അല്ല, സമയത്തിന്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഇപ്പോ ഭൂമി ഏറെക്കുറെ ആയി. ഇനി അവിടെ നിർമ്മാണത്തിന് അനുവാദം കിട്ടേണ്ട സാവകാശമേ ഉള്ളൂ. അത് ഞാൻ ആദ്യമേ പ്രഖ്യാപിക്കാത്തപ്പോ നേരത്തെ ആരംഭിച്ച പല നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഈ സാങ്കേതിക തടസ്സങ്ങൾ പെട്ടുകിടക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പൊ സമയം ഞാൻ ഇന്ന ഡേറ്റിൽ ആരംഭിക്കുന്നു, ഇന്ന ഡേറ്റിൽ അവസാനിക്കുന്നു പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ തീർക്കേണ്ട ഞങ്ങളുടെ ഉത്തരവാദിത്തമാണല്ലോ. ഞങ്ങൾ ഈ നാട്ടിൽ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കേണ്ട ആളുകളല്ലേ. ഇത് ഞങ്ങളെ സീരിയസ് ആയിട്ട് ഞങ്ങളെ ബാധിക്കുന്ന രീതിയിലാണല്ലോ ഇതിന്റെ ഒരു ക്യാമ്പയിൻ മുഴുവനായിട്ട് പോയതെല്ലാം തന്നെ. സ്വാഭാവികമായിട്ട് ഞങ്ങൾ തീർക്കേണ്ടതല്ലേ. അത് ഞങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും. ഞങ്ങളുടെ കമ്മിറ്റികളുടെ സ്ട്രെങ്ത് മുഴുവൻ ഉപയോഗിച്ച് അത് ഞങ്ങൾ പൂർത്തീകരിക്കും.